Hi, good morning, all. Unit 7 Writing for Professional Purpose, Part 1. So, let's see what are the professional purposes where we use academic writing. Let's see. Reviews, case studies, report, and surveys. These are the professional writings that we are going to analyze in this chapter. The main purpose of these professional writings are to develop the ability to analyze the content given and to acquire the ability to critique. So, in order to have a critical mind as well as the ability to analyze a content, we should have a professional way of writing. First, we are going to see how to prepare a review. A review is a critical analysis, maybe a book, a play, art exhibition, film, product, or service. The review is creative and interesting. It mirrors the age. It helps the reader to gain perspective of his time. പ്രധാനമായും നമ്മളൊരു പുസ്തകത്തിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ ഒരു നാടകത്തിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ സിനിമയുടെ റിവ്യൂ അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ കാണുന്നതിനാണ് നമുക്കൊരു പ്രയറായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. നമ്മളൊരു സാധനം ഉപയോഗിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ഒരു ബുക്ക് വാങ്ങിക്കുന്നതിന് മുമ്പായിട്ട് ഒരു സാധനം വാങ്ങിക്കുന്നതിന് മുമ്പായിട്ട് ഒരു സിനിമ കാണുന്നതിന് മുമ്പായിട്ട് നമ്മൾക്ക് ഒരു പ്രയറായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അതിനെപ്പറ്റി ഒരു ധാരണ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ കാണുന്നത്. റിവ്യൂയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ലഭിക്കും. ഒരു പർട്ടിക്കുലർ കാലഘട്ടത്തെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈമിലെ പറ്റി വളരെ വ്യക്തമായി, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ കാലഘട്ടത്തിൻ്റെ ആവശ്യം അതിനുണ്ടോ, അല്ലെങ്കിൽ അത് എത്രത്തോളം നന്നായിട്ടുണ്ട്, നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അത് ഉതകുന്നതാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഈ റിവ്യൂ നമ്മളെ സഹായിക്കുന്നു. നല്ലൊരു ആശയം അവബോധം ഉണ്ടാക്കാൻ വേണ്ടി റിവ്യൂ നമ്മളെ സഹായിക്കുന്നുണ്ട്. When you have reviewing a book, the first process is read the book carefully. ഒന്നാമത് ചെയ്യേണ്ടത് ബുക്ക് നന്നായി വായിക്കണം. 2, note down the impressions. Make a research on the other writings of the author. Write the review with the followings. The first one, introduction with the details of title, name of author, the publisher, date of publication, the price, the format, and the page number. Description of the theme of the book. Description of the period, the characters, and the action. Commendation on the writing style of the author. Findings of the reviewer. റെക്കമെൻഡേഷൻസ് ഓഫ് ദി റിവ്യൂവർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വെൻ യു ഡു എ റിവ്യൂ റൈറ്റിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യം നിങ്ങൾ പ്രയറായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ആദ്യം ബുക്ക് നന്നായി വായിക്കണം. നിങ്ങൾ റിവ്യൂ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം ബുക്ക് നന്നായി വായിക്കുക. ആ ബുക്കിൻ്റെ ഒരു ഇംപ്രഷൻ എങ്ങനെയുണ്ടെന്നുള്ള ഇംപ്രഷൻസ് നിങ്ങൾ എഴുതി വെക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ മറ്റ് റൈറ്റിങ്ങുകളുമായിട്ട് ഇതിനുള്ള ബന്ധം, അല്ലെങ്കിൽ മറ്റ് റൈറ്റിംഗ് വെച്ച് നോക്കുമ്പോൾ ഇതെങ്ങനെയുണ്ട് എന്നൊരു കമ്പാരിറ്റീവ് സ്റ്റഡി. അതിനുശേഷം വേണം നിങ്ങൾ റിവ്യൂയിലേക്ക് നിങ്ങൾ എഴുതി തുടങ്ങാൻ. അതിലെന്തൊക്കെ കാര്യങ്ങൾ വേണം? ടൈറ്റിൽ വേണം, ഓഥറിൻ്റെ പേര് വേണം, പബ്ലിഷർ വേണം, പബ്ലിക്കേഷൻ ഡേറ്റ് വേണം, ഇതിന് എത്രയാണ് വില, ഇതിൻ്റെ ഫോർമാറ്റ്, പേജ് നമ്പർ എന്നുള്ള കാര്യത്തെപ്പറ്റി നല്ലൊരു ധാരണ ഉണ്ടാക്കി വെക്കുക. അത് വ്യക്തമാക്കണം. അതിനുശേഷം ഈ ബുക്കിൻ്റെ തീം എന്താണ് അത് പറയണം. അതിനുശേഷം ഇത് പീരീഡ്, ക്യാരക്ടേഴ്സ്, ആക്ഷൻ ഇതൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയണം. ഓഥറിൻ്റെ സ്റ്റൈൽ ഓഫ് റൈറ്റിങ്ങിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ റിവ്യൂവറിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ഇതിൽ നിന്ന് മനസ്സിലായി എന്ന് പറയണം. പിന്നെ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യണം ഇത് വായിക്കാൻ നല്ലതാണോ അല്ലയോ എന്നുള്ള കാര്യം നിങ്ങളത് പറയുന്നു. ഇത്രയുമാണ് റിവ്യൂയിങ് എ ബുക്ക്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിക്കലും ക്ലൈമാക്സ്, ട്വിസ്റ്റുകൾ ഇതൊന്നും ഒരിക്കലും റിവീൽ ചെയ്യരുത്. വെൻ യു ഡു എ റിവ്യൂയിങ് ചെയ്യുമ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് ഒരു കഥ പറയുകയാണെങ്കിൽ അതിൻ്റെ ട്വിസ്റ്റുകൾ, ക്ലൈമാക്സ് ഇതൊന്നും റിവീൽ ചെയ്യരുത്. സിനിമയാണെങ്കിലും അങ്ങനെ തന്നെ. When you do a review of a movie, essential components, the title of the film, summary, director, creative elements, actors. Some helping questions. ഈ ചോദ്യങ്ങൾ നിങ്ങളെ എന്ത് ചെയ്യും, ഒരു ഫിലിമിൻ്റെ റിവ്യൂ ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. ഒന്നാമത്തെ കാര്യം, വാട്ട് ഈസ് ദ മൂവി
Title: Who is the director? What are the other movies of this director who had created this movie? What is the genre? ഏത് തരത്തിലുള്ള മൂവിയാണിത്? What is the major theme? Describe the major characters and their portrayal. What scene did you best like and why? What kind of people may like this movie? What is the overall impression? Will you recommend the viewers? ഈ ചോദ്യങ്ങൾ ഇതേ ഒരു ഓർഡറിൽ തന്നെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിലിം റിവ്യൂ പക്കയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആദ്യ ചോദ്യം മൂവിയുടെ ടൈറ്റിൽ എന്താണ്, ഡയറക്ടർ ആരാണ്, അദ്ദേഹത്തിൻ്റെ മറ്റ് മൂവീസ് ഏതൊക്കെയായിരുന്നു, അതുപോലെ തന്നെ ഇത് ഏത് തരം ജോണറിയപ്പെടുന്നതാണ്, മേജർ തീംസ് എന്തൊക്കെയാണ്, മേജർ ക്യാരക്ടേഴ്സ് എങ്ങനെയാണ്, അവരെ എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നു, സീനുകൾ എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ ഈ മൂവിയുടെ സെറ്റിങ്സ് അല്ലെങ്കിൽ ജനങ്ങൾക്കുള്ള പൊതുവിലുള്ളൊരു ഇമ്പ്രഷൻ എങ്ങനെയാണ്, നിങ്ങളുടെ ഓവറോൾ ഇമ്പ്രഷൻ എങ്ങനെയാണ്, നിങ്ങളെങ്ങനെയാണ് കാണാൻ റെക്കമെൻഡ് ചെയ്യുമോ എന്നുള്ള കാര്യം അവിടെ റിവീൽ ചെയ്യുന്നു. ഈ മേജർ ക്വസ്റ്റ്യൻസിന് ഉത്തരം നൽകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പക്കയായിട്ടൊരു ഫിലിം റിവ്യൂ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. When you do a reviewing a product, exaggerated praise or bitter criticism are not useful for an average consumer. Therefore, the reviewer should do the followings before writing the review. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം പ്രോഡക്റ്റിനെ പറ്റി നല്ലൊരു റിസർച്ച് നടത്തിയിട്ടുണ്ടാവണം. അതിൻ്റെ എവല്യൂഷൻ ആൻഡ് കംപ്ലീഷൻ ഓഫ് ദ പ്രോഡക്റ്റ്, റീഡ് ദ മാനുഫാക്ചേഴ്സ് വെബ്സൈറ്റ് ആൻഡ് അവോയ്ഡ് ആംപ്ലിഫൈഡ് ആഡ്സ്, ഗെറ്റ് ദ പ്രോഡക്റ്റ് ആൻഡ് യൂസ് ഇറ്റ്, നോ ദ പൊട്ടൻഷ്യൽ ബയേഴ്സ്, യുവർ റീഡേഴ്സ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്രോഡക്റ്റിൻ്റെ എവല്യൂഷൻ ഒന്ന് മനസ്സിലാക്കണം. എങ്ങനെയാണ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഏത് സെഗ്മെൻറ്റിൽ പെടുന്നതാണ്, ഏതൊക്കെ വേരിയൻറ്റ്സ് ഉണ്ട്, ഇതിൻ്റെ എവിടെ നിന്നാണ് തുടങ്ങിയത്, ഏത് വർഷം ആരംഭിച്ചു എന്നൊക്കെ പറഞ്ഞൊരു നല്ലൊരു ഹിസ്റ്ററി കൊടുക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രസൻറ്റ് സ്റ്റേറ്റസ് എന്താണെന്ന് പറയുന്നു. അതിനുശേഷം മാനുഫാക്ചറിൻ്റെ വെബ്സൈറ്റിൽ തന്നെ കയറുക, അല്ലാതെ ആഡുകൾ കണ്ടിട്ട് നിങ്ങൾ പോകരുത്. മാനുഫാക്ചറിൻ്റെ വെബ്സൈറ്റിൽ കയറുക, അതിനെപ്പറ്റി നല്ലൊരു സ്റ്റഡി നടത്തുക. അതിനുശേഷം ആ പ്രോഡക്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. യൂസ് ചെയ്തിട്ട് പറയുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കുറച്ചും കൂടെ നന്നായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഈ പൊട്ടൻഷ്യൽ ബയേഴ്സ് അത് വാങ്ങിക്കുന്നവരെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ ഇതിനെപ്പറ്റിയുള്ള റിവ്യൂ കൊടുക്കാൻ. അപ്പോൾ നമുക്ക് നല്ലൊരു ധാരണ കിട്ടും, പ്രോഡക്റ്റിനെ പറ്റി നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കും. പ്രോഡക്റ്റ് നമ്മൾ റിവ്യൂ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്, അതായത് ആളുകൾ വാങ്ങിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് അതിനെപ്പറ്റി ഒരു ധാരണ കിട്ടുക, ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടുക എന്നതാണ് റിവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളൊരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ചെയ്യാൻ. Some common questions which will help you to do a product review. Is the product easy to use? Is it a high quality? Is it of a high quality? Is it suitable to somebody like me? Have others had a good experience with this product? What are the pros and cons of this product? What alternatives are available? Is the product worth my money? അതായത് ഇത് വാങ്ങിക്കാൻ ഉതകുന്നതാണോ, നല്ല ക്വാളിറ്റി ഉണ്ടോ, മറ്റുള്ളവരെ ഇത് വാങ്ങിച്ചവർക്ക് എങ്ങനെയാണ്, അവർക്ക് ഇത് ഇഷ്ടമാണോ, അതുപോലെ തന്നെ എങ്ങനെയാണ്, നല്ല എക്സ്പീരിയൻസ് ഉണ്ടോ, ഇതിൻ്റെ കുറവുകളും ഗുണങ്ങളെ പറ്റിയും പറയുന്നു. അതുപോലെ തന്നെ ഇതിന് എന്തൊക്കെ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട് നമുക്കിതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്, അതുപോലെ തന്നെ കാശിന് വിലയുള്ളതാണോ, അതായത് കാശിന് ഒതുങ്ങുന്നതാണോ, വോത്തുള്ളതാണോ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ, ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ഡു എ വണ്ടർഫുൾ പ്രോഡക്റ്റ് റിവ്യൂ. ഇനി ഒരു പ്രോഡക്റ്റ് റിവ്യൂവിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഷുഡ് ബി ഗുഡ് ഇൻട്രൊഡക്ഷൻ. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എങ്ങനെ ഒരു പ്രോഡക്റ്റ് റിവ്യൂ എഴുതാമെന്നല്ല, നിങ്ങളോട് ചോദിക്കുന്ന ഒരു പ്രോഡക്റ്റ് റിവ്യൂ പ്രിപ്പയർ ചെയ്യാനായിരിക്കും പറയുന്നത്. അതുകൊണ്ട് തന്നെയും നിങ്ങൾ ഏതെങ്കിലുമൊക്കെ പ്രോഡക്റ്റുകളുടെ റിവ്യൂ, പ്രധാനമായും മൊബൈൽ ഫോൺസ് പിന്നെ ടെലിവിഷൻ, ഇതിൻ്റെ എല്ലാം ഒരു സാമ്പിൾ പ്രോഡക്റ്റ് റിവ്യൂകൾ കണ്ടുവെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഫിലിം റിവ്യൂ കണ്ടുവെക്കുന്നത് നല്ലതായിരിക്കും. ബുക്ക് റിവ്യൂ, പരീക്ഷയ്ക്ക് റിപ്പീറ്റഡായിട്ട് കണ്ടിരിക്കുന്ന ഈ 3 കാര്യങ്ങളാണ് റിവ്യൂവിൻ്റെ ഭാഗത്തുനിന്ന്. ഒന്നെങ്കിൽ ഫിലിം, അല്ലെങ്കിൽ പ്രോഡക്റ്റ്, അല്ലെങ്കിൽ ബുക്ക്. ഈ 3 എണ്ണത്തിൻ്റെയാണ് റിവ്യൂവിൻ്റെ സെക്ഷനിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അത് റിപ്പീറ്റഡായിട്ട് വരുന്നുമുണ്ട്. അപ്പോൾ പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യുമ്പോൾ ഇൻട്രൊഡക്ഷൻ വേണം. കൺസിഡർ ദ ഫസ്റ്റ് ടൈം യൂസേഴ്സ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫങ്ഷണാലിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്. For experienced consumers, focus on the evolution of the product from one model to another and focus on the common defects. Describe the brand name, model number, price, and so on. Give a balanced review. Avoid effusive praise or bitter criticism. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ മുഴുവൻ താറടിച്ച് പറയരുത്. അങ്ങനെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ പ്രശ്നം ഉണ്ടാക്കും. അതുപോലെ തന്നെ
നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മയത്തിലൊക്കെ വേണം അതിൻ്റെ ക്രിറ്റിസിസം ചെയ്യാൻ. അല്ലാതെ എന്താ പറയുക, ഭയങ്കര ഇത് വളരെ മോശമാണ്, ഇത് ഒരിക്കലും കൊള്ളില്ല എന്ന് പറയുക, അങ്ങനെ ഒരു പ്രൊഡക്റ്റും ഇല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇവാലുവേഷൻ വേണം നിങ്ങൾ നടത്താൻ. ഒരു ബിറ്റർ ക്രിറ്റിസിസത്തിലേക്ക് വേണ്ടി നിങ്ങൾ പോകരുത്. ബാലൻസ്ഡ് റിവ്യൂ ആയിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം. Explain how you arrived at your judgment and specifically address how some features are truly beneficial. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് പറയണം. അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് യൂസ്ഫുൾ ആകുന്നതെന്നുള്ള കാര്യം പറയണം. ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് പറയണം. ഒരു കമ്പാരിസൺ കോൺട്രാസ്റ്റ് നടത്തുന്നത് വളരെ നല്ലതാണ്. അതായത് മറ്റൊരു പ്രോഡക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ നല്ലൊരു കൺക്ലൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്കാണ് കേസ് സ്റ്റഡീസ്. റിവ്യൂ കഴിഞ്ഞു. ഇനി അടുത്ത ഏരിയയാണ് കേസ് സ്റ്റഡീസ്. Case studies are stories. They present realistic, complex, and contextually rich situations and often involve in a dilemma, conflict, or problem that one or more of the characters in the case must negotiate. നമുക്കറിയാം, കേസ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ അല്ലെങ്കിൽ പർട്ടിക്കുലർ പേഴ്സണെ പറ്റിയുള്ള ഒരു ക്രിട്ടിക്കൽ സ്റ്റഡിയാണ്. അവിടെ ഒരു പ്രോബ്ലം സോൾവിങ് ആണ് നമ്മളവിടെ ശ്രമിക്കുന്നത്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ളോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പേഴ്സണെ വെച്ചിട്ടോ ആയിരിക്കും നമ്മൾ ഇത്തരത്തിലുള്ള കേസ് സ്റ്റഡി ചെയ്യുന്നത്. അത് വളരെ റിയലിസ്റ്റിക്, കോംപ്ലക്സ്, അതുപോലെ തന്നെ കോണ്ടെക്സ്ച്വലി റിച്ച് സിറ്റുവേഷൻസ് ആയിരിക്കും. അവിടെ എന്തെങ്കിലും ഒരു ഡെലേമ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ പ്രോബ്ലം ഉണ്ടായിരിക്കും. അതിനൊരു പ്രോബ്ലം സോൾവിങ്ങിന് സാധ്യത ഉണ്ടാവും. അത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ് കേസ് സ്റ്റഡീസിന് സാധാരണഗതിയിൽ പോകുന്നത്. കേസ് സ്റ്റഡീസ് ആർ കോമൺ ഇൻ മെഡിസിൻ, ലോ ആൻഡ് ബിസിനസ്. ഈ 3 ഏരിയയിലാണ് കേസ് സ്റ്റഡീസ് കൂടുതൽ കണ്ടിരിക്കുന്നത്: മെഡിസിൻ, ലോ ആൻഡ് ബിസിനസ്. കേസ് സ്റ്റഡീസ് ബ്രിഡ്ജ് ദി ഗ്യാപ്പ് ബിറ്റ്വീൻ തിയറി ആൻഡ് പ്രാക്ടീസ് ഓർ ബിറ്റ്വീൻ അക്കാഡമി ആൻഡ് വർക്ക് പ്ലേസ്. ഇതൊരു തിയറിറ്റിക്കായിട്ടുള്ള ആസ്പെക്റ്റ് മാത്രമല്ല, അതോടൊപ്പം തന്നെ പ്രാക്ടീസും ഉണ്ട്. തിയറി ആൻഡ് പ്രാക്ടീസ് രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് കേസ് സ്റ്റഡീസ്. They help students to identify and assess the problem, to organize the findings and to suggest solutions. നല്ല പ്രോബ്ലം സോൾവിങ്, ഞാൻ പറഞ്ഞിരുന്നു, പ്രോബ്ലം സോൾവിങ് ഉണ്ട്, ഫൈൻഡിങ്സ് ഉണ്ട്, അതുപോലെ തന്നെ ആ പ്രോബ്ലത്തിനെ മനസ്സിലാക്കി അതിന് നല്ല സൊല്യൂഷൻസ് കൊടുക്കുന്നതും കൂടി ഉണ്ട്. അപ്പോൾ ഇതിന് വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രോബ്ലം സോൾവിങ് ഉണ്ടാവണം, ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടാവണം, അതുപോലെ തന്നെ നല്ലൊരു റൈറ്റിംഗ് സ്റ്റൈലും ഉണ്ടായിരിക്കണം കേസ് സ്റ്റഡീസിൻ്റെ കാര്യത്തിൽ. ഇനി കേസ് സ്റ്റഡി കഴിഞ്ഞു. അടുത്തൊരു ടോപ്പിക് ഏരിയയാണ് റിപ്പോർട്ട്സ്. നമുക്ക് റിപ്പോർട്ടുകൾ, നമ്മൾ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഇതിൽ 4 തരം റിപ്പോർട്ടുകളാണ് നിങ്ങൾക്ക് പരിചയപ്പെടാനുള്ളത്. ദാറ്റ് ഈസ് റെക്കമെൻഡേഷൻ റിപ്പോർട്ട്, ഇവാലുവേഷൻ റിപ്പോർട്ട്, ഫീസിബിലിറ്റി റിപ്പോർട്ട്, പ്രോഗ്രസ് റിപ്പോർട്ട്. ഇതിൽ പ്രോഗ്രസ് റിപ്പോർട്ട് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. കാരണം നമ്മൾ എത്രത്തോളം പ്രോഗ്രഷൻ ഉണ്ടായി, മാർക്കുകളിലൊക്കെ എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രസ് റിപ്പോർട്ട്. റെക്കമെൻഡേഷൻ എന്ന് പറയുമ്പോൾ റെക്കമെൻഡ് ചെയ്യാണ്. നമ്മൾ റിപ്പോർട്ടുകൾ കളക്ട് ചെയ്ത് കഴിയുമ്പം ഇതാണ് കുറച്ചും കൂടെ നല്ലതെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് റെക്കമെൻഡേഷൻ റിപ്പോർട്ട്. ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മൾ ഇവാലുവേഷൻ നടത്തുവാണ്. എങ്ങനെയുണ്ട്, നമുക്ക് ഗ്രോത്ത് ഉണ്ടോ, നമുക്ക് നമ്മൾ വിചാരിച്ച പോലത്തെ ടാർഗറ്റിലേക്ക് എത്താൻ പറ്റിയോ, ഇതൊക്കെയാണ് നമ്മൾ ഇവാലുവേഷൻ റിപ്പോർട്ടിൽ. ഫീസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പ്രായോഗികമായിട്ട് നമുക്കിത് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ള ഒരു പഠനം നടത്തുന്നുണ്ടെങ്കിൽ, ഒരു റിപ്പോർട്ട് കളക്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഫീസിബിലിറ്റി. ആദ്യം നമുക്ക് പരിചയപ്പെടാം വാട്ട് ഈസ് എ റിപ്പോർട്ട്. എ റിപ്പോർട്ട് ഈസ് എ കൈൻഡ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ് ഓൺ വിച്ച് സ്പെസിഫിക് ഇൻഫർമേഷൻ, എവിഡൻസസ് ആൻഡ് റെക്കമെൻഡേഷൻസ് ആർ പ്രസൻറ്റഡ് ഇൻ എ സ്ട്രക്ചേർഡ് ഫോർമാറ്റ് ആൻഡ് വിച്ച് ഈസ് റിട്ടൺ ഫോർ എ ക്ലിയർ പർപ്പസ് ടു എ പർട്ടിക്കുലർ ഓഡിയൻസ്. അപ്പോൾ ഇതൊരു അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ഒരു സ്പെസിഫിക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ എവിഡൻസസ്, റെക്കമെൻഡേഷൻസ് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റിൽ എഴുതുന്ന അല്ലെങ്കിൽ ഓഡിയൻസിനെ കണ്ടുകൊണ്ട് എഴുതുന്ന ഒരു ഫോർമാറ്റാണ് ആക്ച്വലി റിപ്പോർട്ട് എന്ന് പറയുന്നത്. അത് കാണാപ്പാടം പഠിക്കണം. ചിലപ്പോൾ വാട്ട് ഈസ് എ റിപ്പോർട്ട് എന്ന് ചോദിക്കും. എ റിപ്പോർട്ട് ഈസ് എ കൈൻഡ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ് ഓൺ വിച്ച് സ്പെസിഫിക് ഇൻഫർമേഷൻ, എവിഡൻസസ് ആൻഡ് റെക്കമെൻഡേഷൻസ് ആർ പ്രസൻറ്റഡ് ഇൻ എ സ്ട്രക്ചേർഡ് ഫോർമാറ്റ് ആൻഡ് വിച്ച് ഈസ് റിട്ടൺ ഫോർ എ ക്ലീൻ പർപ്പസ് ടു എ പർട്ടിക്കുലർ ഓഡിയൻസ് ആണ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് റിപ്പോർട്ടുള്ളത്? പലതരത്തിലുള്ള 4 തരത്തിലുള്ള റിപ്പോർട്ട്സ്: റെക്കമെൻഡേഷൻ റിപ്പോർട്ട്, ഇവാലുവേഷൻ റിപ്പോർട്ട്, ഫീസിബിലിറ്റി റിപ്പോർട്ട് ആൻഡ് പ്രോഗ്രസ് റിപ്പോർട്ട്. വാട്ട് ഈസ് ദിസ് റെക്കമെൻഡേഷൻ റിപ്പോർട്ട്? It compares 2 or more options and recommends 1 or several options that best suit that requirement. ഞാൻ നേരത്തെ പറഞ്ഞു, ഏതാണ് കുറച്ചും കൂടെ നല്ലത് എന്നുള്ളൊരു സ്റ്റഡി നടത്തുന്നതിനെ വിളിക്കുന്നതാണ് റെക്കമെൻഡേഷൻ റിപ്പോർട്ട്. ACT wants to install a plagiarism check software which is more user friendly, economical and feasible. അപ്പോൾ പ്ലേജറിസം ചെക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഏത് സോഫ്റ്റ്വെയർ ആണ് നല്ലതെന്ന് നമ്മൾ പഠനം നടത്താം. അപ്പം പഠനം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ് ബെറ്റർ, ഇതാണ് റെക്കമെൻഡ് ചെയ്യാൻ നല്ലത് എന്ന് നമ്മൾ കണ്ടെത്തുന്നുണ്ട്.
അതിനെയാണ് നമ്മൾ റെക്കമെൻഡേഷൻ റിപ്പോർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മൊബൈൽ ഫോൺ വാങ്ങുകയാണെങ്കിൽ സാംസങ് ആണ് നല്ലത്, അല്ലെങ്കിൽ MI ആണ് നല്ലത്, അല്ലെങ്കിൽ ഒപ്പോ ആണ് നല്ലതെന്ന് നടത്തുന്നത്, ദാറ്റ് ഈസ് റെക്കമെൻഡേഷൻ റിപ്പോർട്ട്. ഇനി ഇവാലുവേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇവാലുവേറ്റ്സ് പ്രോഡക്ട്സ്, പ്ലാൻസ് ഓർ പ്രോഗ്രാംസ്. അപ്പോൾ നമ്മൾ ഇവാലുവേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നടത്തുന്ന ഒരു പ്രോഗ്രാം അത് എത്രത്തോളം പ്രായോഗികമായിട്ട് അത് നന്നായി നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ഒരു എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ഒരു ഗ്രോത്ത് ഉണ്ടോ എന്നൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്, അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ളൊരു പഠനമാണ് ആക്ച്വലി ഇവാലുവേഷൻ റിപ്പോർട്ട് നമ്മൾ കളക്ട് ചെയ്യുന്നത്. For example, ACT introduced reforms in the conduction of internal examination in 2019-20. Were those reforms useful or attained the desired goal? കണ്ടോ, അവിടെ നമ്മളൊരു പുതിയൊരു ഇൻറ്റേർണൽ എക്സാമിന് റിഫോം കൊണ്ടുവന്നു, അത് യൂസ്ഫുൾ ആയോ, നമ്മൾ വിചാരിച്ച ഗോളുകൾ അറ്റൈൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ഒരു റിപ്പോർട്ട് കളക്ട് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് ഇവാലുവേഷൻ റിപ്പോർട്ട്. ഇനി അടുത്ത ഫീസിബിലിറ്റിയാണ്. ഫീസിബിലിറ്റി ഞാൻ പറഞ്ഞിരുന്നു, ഇറ്റ് മേക്സ് an evaluative judgment as whether the project is technically, socially, economically or environmentally possible or practical. അപ്പോൾ നമ്മളിങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് പ്രായോഗികമാണോ, അത് കാര്യം നടക്കുമോ, അല്ലെങ്കിൽ ഇവിടെ ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് യൂസ്ഫുൾ ആയിരിക്കുമോ എന്നുള്ള രീതിയിലുള്ള പഠനം നടത്തുവാണെങ്കിൽ ദാറ്റ് ഈസ് ഫീസിബിലിറ്റി റിപ്പോർട്ട്. ദ ഫീസിബിലിറ്റി ഓഫ് ഇൻട്രൊഡ്യൂസിങ് ന്യൂ കോഴ്സസ് ഇൻ ACT. നമ്മുടെ കോളേജിൽ പുതിയ കോഴ്സസ് കൊണ്ടുവരുന്നത് എത്രത്തോളം നല്ലതാണ് എന്നുള്ള, അല്ലെങ്കിൽ പുതിയ കോഴ്സ് കൊണ്ടുവന്നാൽ അത് ഇഫക്റ്റീവ് ആകുമോ എന്നുള്ള പഠനം നടത്തുന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫീസിബിലിറ്റി റിപ്പോർട്ട്. അടുത്ത പ്രോഗ്രസ് റിപ്പോർട്ടാണ്. പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിപ്പോർട്ട് ദാറ്റ് ഇൻഫോംസ് എ സുപ്പീരിയർ ഓർ customer about the progress of the project over a certain period of time. It may also contain the following elements: the details of the work currently at progress, the details of the work that remains to be done, what are the expected things if any have arisen. അപ്പം നമ്മൾ ഇവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഏതൊക്കെ ജോലികൾ ചെയ്ത് തീർത്തു, ജോലികൾ ചെയ്ത് തീർത്തില്ല, ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഇനി ഇഫക്റ്റീവായിട്ട് ചെയ്യാനുണ്ട് എന്നൊക്കെ കാര്യങ്ങളെപ്പറ്റി നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് സുപ്പീരിയറിനെയോ അല്ലെങ്കിൽ കസ്റ്റമറിനെയോ നമ്മൾ അറിയിക്കുകയാണ്, ഇതാണ് നമ്മുടെ ഇതുവരെയുള്ള നമ്മുടെ പ്രോഗ്രഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു റിപ്പോർട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രോഗ്രസ് റിപ്പോർട്ട്. പിന്നെ ഈ ചാപ്റ്ററിൽ പ്രോഗ്രസ് റിപ്പോർട്ട് പലതരത്തിലാണ്. ടൈപ്സ് ഓഫ് പ്രോഗ്രസ് റിപ്പോർട്ട്, ഒന്ന് മെമ്മോ ഉണ്ട്, ലെറ്റർ ഉണ്ട്, ഫോർമൽ റിപ്പോർട്ട്സ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് മെമ്മോ എന്ന് നമുക്ക് നോക്കാം. മെമ്മോ എ ഷോർട്ട് ഇൻഫോർമൽ റിപ്പോർട്ട് ടു സം വൺ വിത്തിൻ യുവർ ഓർഗനൈസേഷൻ. അപ്പോൾ മെമ്മോ അയച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മെമ്മോയിലൂടെ നമുക്ക് നമ്മുടെ പ്രോഗ്രഷൻ അറിയിക്കാൻ പറ്റും. ലെറ്ററിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രോഗ്രസ് റിപ്പോർട്ട് അറിയിക്കാൻ പറ്റും. ഒരു ഫോർമൽ റിപ്പോർട്ടിലൂടെയും നമുക്ക് ഇത്തരത്തിലുള്ള പ്രോഗ്രസ് റിപ്പോർട്ട്സ് നമുക്ക് നമ്മുടെ സുപ്പീരിയേഴ്സിനെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ അറിയിക്കാൻ സാധിക്കും. അടുത്തത് നമ്മുടെ ഏരിയയിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക്കാണ്, ദാറ്റ് ഈസ് സർവേസ്. സർവേസ് ആർ വേസ് ഇൻ വിച്ച് ഡയറക്റ്റ് ഇൻഫർമേഷൻ gathered from the real world happens. The first person who is carrying out the survey should prepare a questionnaire in advance. The students should be able to summarize the result and mark the findings. The student should be able to consolidate the results in a written report. അപ്പോൾ നമുക്കറിയാം, സർവേ നടത്തുമ്പോൾ ഉറപ്പായിട്ട് അവിടെ വേണ്ട ഒരു കാര്യമാണ് ക്വസ്റ്റ്യനെയർ. എന്തിനാണ് നമ്മൾ സർവേ നടത്തുന്നത്? ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിയൽ വേൾഡിൽ ചെന്ന് നമ്മൾ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സർവേ എന്ന് പറയുന്നത്. ഇവിടെ ഒരു സർവേ നടത്തുമ്പോൾ നമുക്ക് നിർബന്ധമായിട്ടും വേണ്ടതാണ് ക്വസ്റ്റ്യനെയർ. ക്വസ്റ്റ്യനെയറിൻ്റെ സ്പെല്ലിംഗ് നോക്കണം, QUESTION ആണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ കൂടെ നെയർ എന്നും കൂടെ ഒന്ന് ചേർത്താൽ മതി, NAIRE ക്വസ്റ്റ്യനെയർ. അപ്പോൾ ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇത്തരത്തിലുള്ള സർവേ നടത്താൻ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഡാറ്റ കളക്ഷന് ശേഷം ഡാറ്റ അനാലിസിസ് നടത്തിയിട്ട് വേണം നമ്മുടെ കൺക്ലൂഷനിലേക്ക് കയറാൻ. അപ്പോൾ ഈ ഒരു വലിയൊരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സർവേ എന്ന് പറയുന്നത്. സർവേ നടത്തുക മാത്രമല്ല, സർവേയിൽ നിന്നും നല്ലൊരു റിപ്പോർട്ട് കളക്ട് ചെയ്ത് സമ്മറൈസ് ചെയ്യുമ്പോഴാണ് ആ സർവേ 100% സക്സസ്ഫുൾ ആകുന്നത്. ഒരു ക്വസ്റ്റ്യനെയർ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ക്വസ്റ്റ്യനെയർ ഷുഡ് ബി ഡിസൈൻഡ് സോ ദാറ്റ് നോ അൺനെസസറി അക്യുമുലേഷൻ ഓഫ് ഡാറ്റ ഹാപ്പൻസ്. നിങ്ങളുടെ സർവേ നടത്തുന്ന ടോപ്പിക്കിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ നിങ്ങൾ സർവേ ചെയ്ത് ഡാറ്റ കളക്ഷൻ നടത്താവുള്ളൂ. അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സർവേ നടത്തിയിട്ട് ഒരു കാര്യമില്ല. ഇറ്റ് ഷുഡ് ബി സ്പെസിഫിക്കലി അഡ്രസ്സിങ് ദ മെയിൻ എയിം ഓഫ് ദി സർവേ. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ എയിം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ. ദ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ഷുഡ് ബി ലിമിറ്റഡ് സോ ദാറ്റ് ദ റെസ്പോണ്ടൻറ്റ് വുഡ് ഗീവ് ആക്യുറേറ്റ് ആൻസേഴ്സ്. കുറേ നീട്ടി വലിച്ച് കുറേ ചോദ്യങ്ങൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ
റെസ്പോണ്ടൻ്റ് നല്ല രീതിയിലൊന്നും ഉത്തരങ്ങൾ തരത്തില്ല. അവർ വേഗം തീർക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. അതുകൊണ്ട് ഉത്തരങ്ങൾ പ്രോപ്പർ ആവുകയില്ല. അതുകൊണ്ട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ലിമിറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നോ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഷുഡ് ബി ആസ്ഡ്. പേഴ്സണലായിട്ടുള്ള, അതായത് സബ്ജക്റ്റീവായ ചോദ്യങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല ക്വസ്റ്റ്യനെയറിന്. ദർ ഷുഡ് ബി എ ബാലൻസ് ബിറ്റ്വീൻ ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ്. ഓപ്പൺ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. ഓപ്ഷൻസ് തന്ന് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന രീതിയാണ് ഓപ്പൺ. ക്ലോസ്ഡ് എന്ന് പറയുക യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ് ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ്. പിന്നെ ഒരു സാമ്പിൾ സർവേ നടത്തുന്നതും വളരെ നല്ലതാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യനെയർ ഇഫക്റ്റീവ് ആണെന്ന് അറിയാൻ വേണ്ടി ഒരു സാമ്പിൾ സർവേ നടത്തുന്നതും വളരെ നല്ലതാണ്. Let's see some of the advantages and disadvantages of questionnaire. Quick and more information. People who are difficult to reach are addressed. The question could be analyzed before answering. More objective answers, less costly. ഇത്രയാണ് നമ്മുടെ പേഴ്സണൽ ഇൻ്റർവ്യൂയിലൂടെയുള്ള ക്വസ്റ്റ്യനെയർസ് നമുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജസ്. ഇനി ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഓൺലി ദ പീപ്പിൾ ഹു ഹാവ് സ്ട്രോങ് ഒപ്പീനിയൻസ് ഓൺ ദ ടോപ്പിക് മേ ആൻസർ ടു questionnaire. The moderate positions shall not be marked. The interviews could have a logical order of questions. Distributing and collecting questionnaires may consume more time. So, ഇത്രയുമാണ് disadvantages of questionnaires over personal interview. Thus, we come to the end of this chapter. Thank you.